വയനാട് സ്ഥാനാർത്ഥിത്വം കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഉടൻ മാധ്യമങ്ങളെ കാണും. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. വയനാട്ടിൽ സ്ഥാനാർത്ഥിയാകുന്നത് സംബന്ധിച്ച അഭ്യൂഹങ്ങൾക്കിടെ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി മാധ്യമങ്ങളെ കാണും. ഡൽഹിയിൽ ചേർന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തക സമിതി യോഗത്തിന് ശേഷമാണ് വാർത്താ സമ്മേളനം. ഹൈക്കമാൻഡ് നിർദ്ദേശത്തെ തുടർന്നാണ് ദക്ഷിണേന്ത്യയിലെ ഒരു മണ്ഡലത്തിൽ കൂടി സ്ഥാനാർത്ഥിയാകാൻ തീരുമാനിച്ചത്. കോൺഗ്രസിന്റെ ഉറച്ച മണ്ഡലമായ വയനാട്ടിൽ മത്സരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചത് കേരള നേതാക്കൾ. അല്പസമയത്തിനകം കോൺഗ്രസിന്റെ വാർത്താ സമ്മേളനവും നടക്കും. ഇന്ന് ചേർന്ന പ്രവർത്തക സമിതി യോഗത്തിൽ വയനാട് സ്ഥാനാർത്ഥിത്വം ചർച്ച ചെയ്തതായി സൂചന. വയനാട്ടിൽ മത്സരിക്കുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് രാവിലെ രാഹുൽ മറുപടി നൽകിയിരുന്നില്ല. സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചുള്ള ആവശ്യകതയെക്കുറിച്ച് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ ഇന്നലെ രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തിയിരുന്നു. വയനാട്ടിൽ രാഹുൽ സ്ഥാനാർത്ഥിയായാൽ കേരളം തൂത്തുവാരാൻ സാധിക്കുമെന്നാണ് നേതാക്കളുടെ അഭിപ്രായം. ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കരുതെന്ന അഭിപ്രായം നേതാക്കൾ രാഹുൽ ഗാന്ധി അറിയിച്ചിരുന്നു. അതിനിടെ രാഹുൽ സ്ഥാനാർത്ഥിയാകുന്നതിൽ നിലപാട് കടുപ്പിച്ച് CPM. മതേതര ബദലിന്റെ നേതൃത്വം കോൺഗ്രസിന് നൽകുന്നത് പുനഃപരിശോധിക്കുമെന്ന് CPM. കോൺഗ്രസിനെ ഒഴിവാക്കിയുള്ള ബദൽ ആലോചിക്കാനും തീരുമാനം. BJP എതിർക്കാനെങ്കിൽ തിരുവനന്തപുരത്ത് മത്സരിക്കട്ടെ എന്ന് CPM. വീണ്ടും മാവോയിസ്റ്റുകൾ. വയനാട്ടിൽ വീണ്ടും മാവോവാദി സാന്നിധ്യം. തലപ്പുഴ മക്കിമലയിൽ മാവോയിസ്റ്റുകൾ എത്തിയതായി റിപ്പോർട്ട്. ലക്കിടിയിൽ കൊല്ലപ്പെട്ട മാവോയിസ്റ്റ് നേതാവ് CP ജലീലിന്റെ ചിത്രമടങ്ങിയ ലഘുലേഖകൾ വിതരണം ചെയ്തു. വൈത്തിരിയിൽ ചിതറിയ ചോരയ്ക്ക് പകരം വീട്ടുമെന്ന് മുന്നറിയിപ്പ്. CP ജലീലിനെ സർക്കാരും തണ്ടർബോൾട്ടും റിസോർട്ടിലെ ഒറ്റുകാരും ചേർന്ന് ആസൂത്രിതമായി കൊലപ്പെടുത്തിയതാണെന്ന് കാട്ടുതീ ബുള്ളറ്റിനിൽ പരാമർശം. CPM സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന മജിസ്റ്റീരിയൽ അന്വേഷണവും ക്രൈംബ്രാഞ്ച് അന്വേഷണവും പ്രഹസനമെന്നും ലഘുലേഖയിൽ പരാമർശം. സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ പ്രക്ഷോഭം ശക്തിപ്പെടുത്തും. 2 സ്ത്രീകൾ ഉൾപ്പെടെ 4-അംഗ സംഘമാണ് ഇന്നലെ രാത്രി 8 മണിയോടെ മക്കിമലയിലെത്തിയത്. CP ജലീൽ കൊല്ലപ്പെട്ടതിൽ മാവോയിസ്റ്റുകൾ പ്രതികാരത്തിനൊരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് മാവോയിസ്റ്റുകൾ വീണ്ടും എത്തിയത്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി പോലീസ്. സർക്കാരിന് തിരിച്ചടി. ശബരിമല റിട്ട് ഹർജിയിൽ സംസ്ഥാന സർക്കാരിന് തിരിച്ചടി. ഹൈക്കോടതിയിലെ റിട്ട് ഹർജികൾ സുപ്രീം കോടതിയിലേക്ക് മാറ്റണമെന്ന ആവശ്യം സുപ്രീം കോടതി തള്ളി. ആവശ്യമെങ്കിൽ സർക്കാരിന് ഹൈക്കോടതിയെ സമീപിക്കാം. ഹൈക്കോടതി 3-അംഗ നിരീക്ഷണ സമിതി നിയോഗിച്ച നടപടി പുനഃപരിശോധിക്കണമെന്ന ആവശ്യത്തിലും ഇടപെടാൻ വിസമ്മതിച്ച സുപ്രീം കോടതി. ഇക്കാര്യത്തിലും അന്തിമ തീരുമാനം ഹൈക്കോടതിയുടേതെന്ന് സുപ്രീം കോടതി. ഇന്ന് ഹർജികൾ പരിഗണിച്ചത് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ച്. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പുനഃപരിശോധന ഹർജികളിൽ സുപ്രീം കോടതി വിധി പറയാനിരിക്കെ ഹൈക്കോടതി ഈ ഹർജികൾ പരിഗണിക്കുന്നത് ഭരണഘടനാപരമായി തെറ്റെന്നായിരുന്നു സർക്കാരിന്റെ വാദം. കോടതി ഉത്തരവ് സർക്കാരിന് തിരിച്ചടിയല്ലെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. കോടതി വിധി സർക്കാർ സ്വീകരിക്കുന്നുവെന്നും പ്രതികരണം. ചൂടിൽ ജാഗ്രത നീട്ടി. കൊടും ചൂടിൽ കേരളം ചുട്ടുപൊള്ളുന്നതിനിടെ സംസ്ഥാനത്തെ സൂര്യാഘാത മുന്നറിയിപ്പ് 4 ദിവസത്തേക്ക് കൂടി നീട്ടി. വയനാട്, ഇടുക്കി ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും താപനില ഉയരാൻ സാധ്യത. ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, പാലക്കാട് ജില്ലകളിൽ ചൂട് കനക്കും. ശരാശരിയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ്. ജനങ്ങൾ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം. പകൽ 11 മണി മുതൽ വൈകിട്ട് 3 വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി. താപനില വർദ്ധിക്കുന്നതിൽ ആശങ്ക വേണ്ടെന്നും സർക്കാർ മുന്നറിയിപ്പുകൾ കർശനമായി പാലിക്കണമെന്നും ആരോഗ്യമന്ത്രി KK ശൈലജ. നിർജ്ജലീകരണം തടയാൻ കുടിവെള്ളം കരുതുക, പരമാവധി ശുദ്ധജലം കുടിക്കുക, പകൽ സമയം ചായ, കാപ്പി എന്നീ പാനീയങ്ങൾ ഒഴിവാക്കാനും ലൈറ്റ് കളർ വസ്ത്രങ്ങൾ ധരിക്കാനും നിർദ്ദേശം. സൂര്യപ്രകാശം ഏൽക്കാത്ത വിധം തൊഴിൽ സമയം ക്രമീകരിക്കണമെന്ന് തൊഴിൽ വകുപ്പും നിർദ്ദേശിച്ചു. ഇന്നലെ തിരുവനന്തപുരത്തും കണ്ണൂരും പത്തനംതിട്ടയിലുമായി 3 പേർ സൂര്യതാപമേറ്റ് കുഴഞ്ഞു വീണ് മരിച്ചു. 7 പേർക്ക് ഇന്നലെ മാത്രം സൂര്യതാപമേറ്റതായി ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. വേനൽ മഴ അകന്നു നിൽക്കുകയും അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടുന്നതുമാണ് സംസ്ഥാനം ചുട്ടുപൊള്ളാൻ കാരണം. കഴിഞ്ഞ 1 മാസത്തിനിടെ 118 പേർക്കാണ് സൂര്യാഘാതമേറ്റത്. തർക്കത്തിന് പരിഹാരം കാണാൻ. പെരുമ്പാവൂർ ബത്തേൽ സുലോക്കോ പള്ളിയിലെ യാക്കോബായ ഓർത്തഡോക്സ് തർക്കം പരിഹരിക്കാൻ ഇന്ന് ചർച്ച. കളക്ടറുടെ സാന്നിധ്യത്തിൽ 4 മണിക്ക് ചർച്ച നടക്കും. ADMന്റെ പെരുമ്പാവൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഇരുവിഭാഗങ്ങളുമായി ചർച്ച നടത്തിയിരുന്നു. തർക്കം പരിഹരിക്കാത്തതിനാൽ കളക്ടറുടെ സാന്നിധ്യത്തിൽ വീണ്ടും ചർച്ച നടത്താനാണ് തീരുമാനം. കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം ടീന മാത്യു ചേരും. നമസ്കാരം.